തന്നെ ഈ പവർ ഗ്രിഡ് കോർപ്പറേഷനെതിരെ അന്വേഷണം നടത്താത്തത് എന്താണ്? നിമിഷം തുടരുക. ശ്രീ തോമസ് ഐസക് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇ.ഡി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സമൻസ് പിൻവലിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലെ അങ്ങയുടെ ഒരു പ്രതികരണം? കേരളം ചിന്തിക്കേണ്ടുന്ന കാര്യം, എങ്ങനെയാണ് ഒരു അന്വേഷണ ഏജൻസി ഒരു തെളിവുമില്ലാതെ കൃത്യമായിട്ടൊരു ആരോപണം, തെറ്റിന്റെ കുറിച്ചൊരു ചാർജ് പോലും ഇല്ലാതെ 2 വർഷക്കാലം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ധനകാര്യ ഏജൻസിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താം, അതിനെ അവമതിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട പേരിൽ എന്നെ സമൺ ചെയ്യുക, എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഞാൻ അംഗമായിട്ടുള്ള ഏത് ഡയറക്ടർ ബോർഡ് ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ അക്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഹാജരാക്കണോ? എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിനു വേണ്ടിയിട്ട്? ഈ പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് അംഗീകരിക്കാത്തൊരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഒരു ലളിതമായ ചോദ്യം ഇഡിയോട് ചോദിച്ചിട്ട് അത് ചോദിച്ചത് ജസ്റ്റിസ് അരുണാണ്. 1 വർഷത്തിന് മുമ്പ് അദ്ദേഹം ചോദിച്ചു, ഒക്ടോബറിൽ 22 ഒക്ടോബറിൽ അദ്ദേഹം ചോദിച്ചു, എന്തിനു വേണ്ടിയാ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്താ നിങ്ങളുടെ ചാർജ്? ഇത്രയായിട്ടും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് 1 വർഷം 1.5 ആയിട്ട്. എന്നിട്ട് ഇന്നും പറയാ സീൽഡ് കവറിൽ തരാം, നാട്ടുകാരെ അറിയിക്കാൻ പറ്റാത്ത എന്തോ രഹസ്യയുടെ ഇരിക്കുന്നത്. അപ്പോ എന്തുമാകാം എന്ന് ഇവർക്കൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കുക. ആരും ചോദിക്കാനും പറയാനും ഇല്ല. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം, നമ്മുടെ ഇവിടുത്തെ റോഡ്, പാലം, കെട്ടിടം എത്രയെന്ന് ഈ കിഫ്ബിയുടെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് ഉണ്ടെന്നാ കേരളത്തിൽ. ആ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പണി ഒപ്പിക്കുക. ഇ.ഡി മാത്രമോ? ഇൻകം ടാക്സ് ആരും ഒന്നില്ലേ? എന്തിന് ഇൻകം ടാക്സ്? ഒരു ദിവസം മുഴുവനും റെയ്ഡ്. C&AG വന്നിട്ടോ? അതിപ്പോ സുപ്രീം കോടതിയില്ല അത് സംബന്ധിച്ചുള്ള ചാർജ്. ഇവരൊക്കെ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെ തകർക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതികരണം കേരളത്തിൽ നിന്നുണ്ടാവണം. ഇതിപ്പോൾ ഇ.ഡിയും അങ്ങ് നേരത്തെ പറഞ്ഞ C&AGയും ഒക്കെ ഒരു രാഷ്ട്രീയം കളിക്കുന്നു, അതിന് എതിരായിട്ടുള്ള ഒരു അടി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ കരുതാൻ കഴിയില്ലേ ഈ ഒരു സാഹചര്യത്തിൽ? നിശ്ചയമായിട്ടും. ഒന്ന്, ഇ.ഡി വന്ന് ചോദിച്ച പിന്നെ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊരു ചിന്ത വന്ന് നാട്ടിൽ ഭരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവരെല്ലാം മണി ലോണ്ടറിങ്ങിന്റെ കേസ് അവരെടുത്തിരുന്നെങ്കിൽ നമ്മൾ കണിഞ്ഞാനെ. ചിലപ്പോ കോടതിയും നിയമവ്യാഖ്യാനം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഈ കിഫ്ബിയിൽ മണിയൊന്നും ലോണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. വലിയ തമാശയായിരിക്കും മണി ലോണ്ടറിങ് നടന്നു എന്ന് പറഞ്ഞ് ബോണ്ട് ഇറക്കി പണം സമാഹരിച്ച് ആ പണം SPV പബ്ലിക് ഏജൻസികൾക്ക് അല്ലാതെ കൊടുക്കണില്ല. അതും അക്കൗണ്ട് ഓൺലൈൻ വഴി എങ്ങനെ മണി ലോണ്ടറിങ് നടത്താൻ പറ്റുക? അതുകൊണ്ടാണ് ഈ ഫെമയെ പോയത്. അപ്പൊ ഫെമയില് ഇതിന്റെ ചാർജുകാരൻ റിസർവ് ബാങ്കാണ്. അവര് തന്നെ വന്ന് പറയുന്നു ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെന്തിനീ അന്വേഷിക്കുന്നത്? അപ്പൊ ഈ നമ്മുടെ ഒരു സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം. ചോദിക്കാൻ ആളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ മറക്കിടാനൊന്നും പറ്റത്തില്ല, കുറച്ചൊക്കെ നിൽക്കും. ഇതിപ്പോൾ ഇ.ഡി ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് എന്താണ് കണ്ടെത്തിയതെന്നുള്ള കാര്യം അവർ ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി പറയുന്നു. ഇനിയിപ്പോൾ ഇ.ഡി അന്വേഷിച്ചതിന് ശേഷം, ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതുവരെ അന്വേഷണം നടക്കാം എന്നൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കോടതി ഞാൻ കൊടുത്ത റിട്ട് എന്റെ പേരിലൊരു അന്വേഷണവും പാടില്ലെന്നല്ല, തെളിവില്ലാതെ എന്റെ സ്വകാര്യതയിലേക്ക് കടക്കാൻ പാടില്ല, ഈ റോവിങ് എൻക്വയറി പാടില്ല, അത് കോടതി അംഗീകരിച്ചു. ഈ തെളിവുണ്ടാക്കിയിട്ട് വരട്ടെ എന്ന്. തെളിവില്ലാതെ ഇനിയും വന്നാൽ ഇനിയും കോടതിയിൽ പോകും. അതല്ല, ഇവർക്ക് വഴങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വളരെ നന്ദി ശ്രീ തോമസ് ഐസക് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.
എന്തായാലും കോടതിയിൽ നിന്നും നീതിപൂർവമായിട്ടുള്ളൊരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഇഡിക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശ്രീ തോമസ് ഐസക്.